ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ക്ലാസ് ടി ബോർഡിനെ കുറിച്ചും പിന്നെ ഒരു DC-to-DC SMPS എന്നോ DC-to-DC കൺവേർട്ടർ എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, ബൂസ്റ്റർ എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇത് ഇന്ന് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഈ വാഹനങ്ങളിലും കാറ്, ഓട്ടോറിക്ഷ, ബസ് ഇതുപോലെയുള്ള വാഹനങ്ങളിൽ ഇതുപോലത്തെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. കാര്യം നമ്മൾ ഇപ്പോൾ പയനിയർ, സോണി പോലുള്ള സബ്ബാമ്പോ അല്ലെങ്കിൽ ആംപ്ലിഫയറൊക്കെ വാങ്ങാൻ നല്ലൊരു പൈസ നമ്മൾ മുടക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നമുക്ക് വില കുറച്ച് വാങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് ലെവലിൽ വാങ്ങാൻ പറ്റുന്ന രണ്ട് സാധനമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇതിനൊരു 850 ഇതിനൊരു 1080 ആ റേഞ്ചിലാണ് ഇതിൻ്റെ വില വരുന്നത്. ഇതൊരു ക്ലാസ് ഡി ആംപ്ലിഫയറും ഇതൊരു DC-to-DC കൺവേർട്ടറുമാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ടെക്നോളജി നല്ല രീതിയിൽ വളർന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ക്ലാസ് ഡി ബോർഡുകൾ വരുന്നു. നേരത്തെ ക്ലാസ് ഡി ബോർഡ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് വാങ്ങാനൊരു മടിയായിരുന്നു. കാര്യം ട്രാൻസിസ്റ്ററിൻ്റെ ബോർഡാണ് ഏറ്റവും നല്ലതെന്നുള്ള ഒരു ധാരണയിൽ ഒരുപാട് ആൾക്കാർ ട്രാൻസിസ്റ്റർ മോസ്ഫെറ്റുകൾ വാങ്ങിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. ക്ലാസ് ഡി ബോർഡുകൾ ആൾക്കാർ വാങ്ങുന്നുണ്ട്. അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പവർ സപ്ലൈയുടെ വലിപ്പക്കുറവ് മതിയാവും, SMPSയിൽ വർക്കാവും. രണ്ട്, നമ്മൾ സെപ്പറേറ്റ് പിന്നെ കപ്പാസിറ്റർ വെച്ചൊരു സപ്ലൈ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. 3, നമുക്കിത് ഇരിക്കാൻ വളരെ കുറച്ച് സ്ഥലം മതി. 4, ഇതിന് കുറച്ച് എഫിഷ്യൻസി കൂടുതലാണ്. മറ്റൊരു ക്ലാസ് AB വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് എഫിഷ്യൻസി കൂടുതലാണ്. പിന്നെ ഒരു ബേസ് ഒക്കെ നല്ല രസമുള്ള ഒരു ബേസാണ് ക്ലാസ് D വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സാധനം നല്ല ഒരു ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണാൻ അടിപൊളിയാണ്. ഈ ഒരു ബോർഡ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഇതിന് മുമ്പേ. കാര്യം RBL+ൻ്റെ ഫസ്റ്റ് ക്ലാസ് ഡി ബോർഡ് ചെക്ക് ചെയ്യുന്ന ഞാനാണ്. അതിൻ്റെ ഫുൾ വർക്കിംഗ് വീഡിയോ മൊത്തം കാണിക്കുന്നത് ഞാനാണ്. ബഷീറട്ട ഫസ്റ്റ് അയച്ചത് എനിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് പോയിട്ട് ഈ ഒരു ബോർഡ് നമുക്ക് PA, അതായത് പബ്ലിക് അഡ്രസ്സിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബോർഡാണ്. നമ്മൾ ഐനിക് ഓഡിയോയുടെ ബോർഡ് നോക്കുകയാണെങ്കിൽ അത് പബ്ലിക് അഡ്രസ്സിന് വയ്ക്കാനായിട്ട് അത്ര പോരാ. സബ്വൂഫറിന് ഓക്കെയാണ്, പക്ഷേ ഇതങ്ങനെയല്ല. പബ്ലിക് അഡ്രസ്സിനും ഓക്കെയാണ്, വയ്ക്കാനായിട്ട് പറ്റുന്നൊരു ബോർഡാണ്. ഒരുപാട് ആൾക്കാർ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പബ്ലിക് അഡ്രസ് മീൻസ് നിങ്ങൾക്ക് സബ്വൂഫറിന് വേണമെങ്കിലും വയ്ക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് അല്ലാതെ സ്പീക്കറിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു SMPS നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു SMPS എന്ന് പറയുമ്പോൾ നമുക്ക് 12 വോൾട്ടിനെ 34 വോൾട്ട് ആക്കി തരും. പ്ലസ് ഓർ മൈനസ് 34 വോൾട്ട് DL സപ്ലൈ ആക്കി തരുന്ന ഒരു ബോർഡാണ് ഈ ഒരു ബോർഡ്. കൂടാതെ തന്നെ നമുക്ക് ഇത് എങ്ങനെ ഉപകാരപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓട്ടോറിക്ഷയോ കാറോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് അവർക്ക് ഈ ഒരു പയനിയർ പോലുള്ള അല്ലെങ്കിൽ സോണി പോലുള്ള ബ്രാൻഡഡ് ആംപ്ലിഫയറുകൾ വാങ്ങാനായിട്ട് ഉള്ളൊരു ബഡ്ജറ്റ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഏറ്റവും ഈസി ആയിട്ട് അവരുടെ വാഹനങ്ങളിൽ ഒരു പയനിയർ ചാമ്പ്യനോ അല്ലെങ്കിൽ ഒരു JBL ഒക്കെ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഇതുപോലത്തെ DC-DC കൺവേർട്ടറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് രണ്ടും ഒരു കമ്പനിയുടെ തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതൊരു ഉപകാരപ്പെടും എന്നുള്ളതാണ്. കൂടാതെ തന്നെ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഒക്കെ വരുവാണെങ്കിൽ ബഷീറട്ടൻ ഇതിന് സർവീസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങി ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റും തന്നെയാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുമ്പോൾ നമ്മൾ 12 വോൾട്ട് കൊടുക്കുമ്പോൾ ഇവിടെയാണ് 12 വോൾട്ട് കൊടുക്കാനായിട്ടുള്ള ഈ പോയിന്റിൽ പോസിറ്റീവ് നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ സിംഗിൾ സപ്ലൈ ആണ്. 12 വോൾട്ട് നമ്മൾ 20 ആംപിയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ 34 വോൾട്ട് 10 ആംപിയർ ആയിട്ട് നമുക്ക് DL സപ്ലൈ ആയിട്ട് ഔട്ട്പുട്ടിൽ വരും. ഓക്കെ, അങ്ങനെ എടുക്കുന്ന ഔട്ട്പുട്ട് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്ന ഔട്ട്പുട്ട് നമ്മുടെ ഈ ഒരു ബോർഡിലേക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട് ഔട്ട്പുട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ക്ലാസ് ഡി ബോർഡിനെ വർക്ക് ചെയ്യിപ്പിക്കാം. പ്രത്യേകിച്ച് ഈ ബോർഡിനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ സ്പീക്കർ ഔട്ട്പുട്ട് ഇവിടെയാണ്. ഓഡിയോ DC നമ്മളിവിടെയാണ് കൊടുക്കാനായിട്ടുള്ളത്. സ്പീക്കർ ഔട്ട്പുട്ട് ഇവിടെ നിന്നാണ് വരുന്നത്. അതുകൂടാതെ നമ്മൾ സിഗ്നൽ ഇൻപുട്ട് ഇവിടെയാണ് കൊടുക്കാനായിട്ടുള്ളത്. ഫിൽട്ടർ ചെയ്തിട്ടുള്ള സിഗ്നൽ, അതായത് സബിന് ലോ ഫ്രീക്വൻസി ആണല്ലോ നമ്മൾ കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഫിൽട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, സബ്വൂഫറിൻ്റെ ഫിൽട്ടർ ഉപയോഗിച്ച് അതിൻ്റെ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സബ്വൂഫറിന് വേണ്ടി വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ അതല്ലാതെ ഓഡിയോ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നോർമൽ സ്പീക്കറിൽ പാട്ട് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എഫിഷ്യൻസി ഉള്ള ബോർഡാണ്, നല്ല പെർഫോമൻസ് ഉള്ള ബോർഡാണ്. നമ്മുടെ ലൈക്ക് ഒരു എങ്ങനെ നമ്മുടെ ഐനിക് ഓഡിയോ പോലെ ഞാൻ ഒരുപാട് ക്ലാസ് ഡി ചെക്ക് ചെയ്ത് നോക്കിയാൽ എനിക്കിത് ഇഷ്ടപ്പെട്ടത് ഇതും ഐനിക് ഓഡിയോ ആണ്. ഈ ബോർഡും ഐനിക് ഓഡിയോയുടെ ബോർഡും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നൊരു ബോർഡ് തന്നെയാണ്. കൂടാതെ തന്നെ ഇവിടെ നമ്മൾ
കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു SMBS നമുക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഒന്ന് 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 34 വോൾട്ട് കിട്ടുന്നതും, ഒന്ന് 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ 24 വോൾട്ട് കിട്ടുന്നതായിട്ടുള്ള 2 SMBS നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ SMBSകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ വില ഞാൻ പറയാം. ഇത് 1050 രൂപയാണ് ഇതിൻ്റെ വില. ഇതിന് 850 രൂപയാണ് വില വരുന്നത്. പിന്നെ ഇത് രണ്ടും കൂടെ ചേർത്ത് അയക്കുമ്പോൾ ഒരു കൊറിയർ ചാർജ് ഉണ്ടാവും, അത് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിച്ച് വാങ്ങാവുന്ന 2 ബോർഡുകൾ തന്നെയാണ്. ഞാൻ അങ്ങനത്തെ ബോർഡുകൾ മാത്രമാണ് റിവ്യൂ ചെയ്യാറുള്ളത്. മോശമായിട്ടുള്ള ബോർഡുകൾ ഞാൻ റിവ്യൂ ചെയ്യാറില്ല. കാര്യം അത് മോശമാണെന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? നമ്മളൊരു സാധനം കൊള്ളൂല എന്ന് പറയുമ്പോൾ അത് ബാധിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ കമ്പനി നമുക്കെതിരെ ഒരു ഇതൊക്കെ തരും, പണി തരും. അപ്പോൾ അതുകൊണ്ടാണ് ആ പണി മേടിച്ചിട്ടാണ് ഞാനും ഇപ്പോൾ ഒരുപാട് കൊള്ളൂലാത്ത ബോർഡുകൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ചെയ്യാറില്ല, വീഡിയോ ചെയ്യാറില്ല. അപ്പോൾ ഈ 2 ബോർഡുകളും നിങ്ങൾക്ക് എന്തുകൊണ്ടും ഉറപ്പായിട്ടും വാങ്ങാവുന്ന ബോർഡുകൾ തന്നെയാണ്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ബോർഡ് ഇപ്പോൾ ഇതിൽ 34 ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും 200-250 വാട്ട്സിനകത്ത് നമുക്ക് ഈ ബാറ്ററിയിൽ വർക്ക് ചെയ്യിപ്പിക്കും. അതായത് ഈ DC to DC കൺവേർട്ടർ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കും. അത് നമുക്ക് എന്തായാലും കിട്ടും. റിയലി ഈ ഒരു ബോർഡിൽ നമുക്ക് 40 വോൾട്ടിന് മുകളിൽ കൊടുത്തും വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. 40 വോൾട്ടിന് മുകളിലോട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ട്രൂ ആയിട്ട് നമുക്കൊരു 300 വാട്ട് RMS നമുക്ക് എന്തായാലും ഇതിലെടുക്കാനായിട്ട് സാധിക്കും. 400 വാട്ട് എന്ന് അവർ പറയുന്നുണ്ട്, അത് കമ്പനി പറയുന്നതാണ്. 400 വാട്ട് എന്നുള്ളത് നമുക്കൊരു 300 വാട്ട് പ്രതീക്ഷിക്കാം. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏതൊരു കമ്പനി ഒരു 500 വാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 400 വാട്ട്സ് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 450 വാട്ട്സ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് മാത്രമാണ്, അങ്ങനെ മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ പരസ്യം എന്ന് പറയുമ്പോൾ അത് അറിയാമല്ലോ. ഇപ്പോൾ നമ്മുടെ സോണിയൊക്കെ എടുക്കണമെങ്കിൽ 1500 വാട്ട്സ്, 4500 വാട്ട്സ്, 3500 വാട്ട്സ് എന്നൊക്കെയാണ് അവർ പമ്പോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ചിലതിൽ അല്ലാതെ വാട്ട്സ് എന്ന് പറഞ്ഞിരിക്കും, അത്രയൊന്നും കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറയുന്നത്. പക്ഷേ എന്ത് തന്നെ നമ്മൾ വീടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും 400 വാട്ട്സിൻ്റെ ആവശ്യമൊന്നും ഒരു വീട്ടിന് വരുന്നില്ല. ഒരു 200 വാട്ട്സ് പോലും വരുന്നില്ല. 100 വാട്ട്സ് മതിയാവും ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നമ്മൾ ഒരു ബാസ് ലവർ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു വലിയ രീതിയിൽ അത് കേൾക്കുന്നത്. അതും പോയിട്ട് നമ്മളൊരു 3-4 പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ബാസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീട്ടിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ബോർഡും കൂടെ തന്നെയാണ് ഈ RBL Plusൻ്റെ ഒരു ബോർഡ്. നല്ല പെർഫോമൻസും നല്ല അടിപൊളി ബോർഡും കൂടെയാണ്. ഞാൻ നേരത്തെ അന്ന് പറഞ്ഞതുപോലെ ഒരു രക്ഷയില്ല. കാര്യം അന്ന് ഞാനൊരു വീഡിയോയിൽ ഈ ഒരു വീഡിയോ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ. കാര്യം ഞാൻ ആ വീഡിയോയിൽ അന്ന് ഒരു രക്ഷയില്ല എന്നൊരു വാക്ക് ഉപയോഗിച്ചതിന് ആൾക്കാർ എന്നെ പൊങ്കാലായിട്ട് കൊന്നു കളഞ്ഞു. പിന്നീട് അത് അവർക്ക് മനസ്സിലായി, വാങ്ങിയ ആൾക്കാർക്ക് മനസ്സിലായി ആ ബോർഡ് ഒരു രക്ഷയില്ല എന്നുള്ളത്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ബോർഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണക്ഷൻസിൻ്റെ ഇനി ഒന്നും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. വളരെ ഈസിയായിട്ട് ഇതിനകത്ത് തന്നെ എല്ലാം എഴുതിയിട്ടുണ്ട്. നിങ്ങളത് നോക്കി അങ്ങോട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ഇൻഡക്ടർ ചൂടാവും, അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില ആൾക്കാർക്ക് ചൂടാവുന്നത് ഭയങ്കര പേടിയാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതും ചൂടാവും, ഇത് രണ്ടും ചൂടാവും, ഇവിടെയും ചൂടാവും. അതൊന്നും നിങ്ങൾ ചൂടാവുന്നത് നിങ്ങൾ നോക്കേ വേണ്ട. അങ്ങനെ ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ല ഓപ്ഷനാണ് ഈ ക്ലാസ് D ബോർഡ്. നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ നിർമ്മിക്കുന്ന ക്ലാസ് D ബോർഡും SMBSുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഓവറായിട്ട് നീട്ടിക്കൊണ്ടുപോയി നിങ്ങളുടെ ചീത്ത വിളി കേൾക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം. ഞാൻ ഉടനെ റിപ്ലൈ തന്നില്ലെങ്കിൽ കാണുമ്പോഴേക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരും. വീഡിയോ